ആ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവാത്തൊരു സിനിമയാണ്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സ്റ്റോറി. വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. ഇനി ഒരു 30 കൊല്ലം കഴിഞ്ഞാലും ആ സിനിമ ഇങ്ങനെ തന്നെ നിലനിൽക്കും. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാവുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഈവൻ ഒരു ചെറിയ സീനിൽ അഭിനയിക്കാനും നമ്മൾ എല്ലാവരും റെഡി ആവണം എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ചെറിയ സീനിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന പ്രിപ്പറേഷൻസ്, അദ്ദേഹം എടുക്കുന്ന ചാലഞ്ചസ്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. നമ്മൾ എന്തൊക്കെ ചെയ്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞ് രാജുവേട്ടനും അങ്ങനെ തന്നെ. അപ്പോൾ ഇനി നമ്മൾ ഈ ആക്ടേഴ്സിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ പറയേണ്ടതാണ് സന്തോഷ് ശിവൻ എന്ന് പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ക്യാമറമാൻ. ശരത്തേട്ടൻ എന്ന് പറയുന്ന ഇന്നും നമ്മൾ മൂളിക്കൊണ്ട് നടക്കുന്ന പാട്ടുകളുടെ അധിപനായിട്ടുള്ള ശരത്തേട്ടൻ. അങ്ങനെ ഒരുപാട് ലെജൻഡറി ആൾക്കാരുടെ കൂടെ തുടങ്ങാൻ പറ്റിയതിൻ്റെ ഒരു ഗുണം എൻ്റെ സിനിമാ കരിയറിലുടനീളം ഉണ്ടായി.